താങ്ക് യു താങ്ക് യു ഷാജി സാർ. സോയല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓക്കെ വീഡിയോ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ കാണിച്ചു. വീഡിയോ ഓഫ് ആയിക്കും. ഓക്കെ നോക്കാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവരെയും CP-യിലേക്ക് വളരെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സാർ എന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സാറ് പറഞ്ഞ ആ ടോപ്പിക് പോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിരവധി പേര് ഏതെങ്കിലും കമ്പനിയിലും മറ്റുള്ള കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. അവിടെ നിന്ന് എന്താണ് നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്പനി, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള കമ്പനിയിൽ നിന്നും ഡിഫറെന്റ്. ഞാൻ പറഞ്ഞ ആ ടോപ്പിക് അല്ലെങ്കിൽ ഷായി സാർ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കമ്പനിയിലേക്ക് വരാം. നമ്മുടെ കമ്പനി എന്താണ്, അതിൽ നിന്ന് വ്യത്യസ്തം. അപ്പൊ നമ്മൾ പല രീതിയിലും നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മളെ കമ്പനി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്? അതിനു മുന്നേ മാർക്കറ്റിൽ എങ്ങനെയാണ് മറ്റുള്ള കമ്പനികൾ നടക്കുന്നത്, അല്ലെങ്കിൽ മണി സർക്കുലേഷൻ ചെയ്യുന്ന കമ്പനികൾ എങ്ങനെയാണ് അവരുടെ വർക്കൗട്ട് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. എല്ലാ കമ്പനിയും പറയുന്നത് നമ്മളൊക്കെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അല്ലെ. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്ക് കുറെ കമ്പനികളുടെ പേര് പറഞ്ഞത് കൊണ്ടല്ല ഇവിടെ മറ്റുള്ള കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടില് ശരിക്കും നമ്മൾ ക്ലബ്ബൊക്കെ രജിസ്റ്റർ ചെയ്യുന്നില്ല. ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാ? ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഓഫീസോ കാര്യങ്ങളോ വേണ്ടി വരും അല്ലെ. അതിനുശേഷം നമുക്ക് ആ ക്ലബ്ബ് അവിടെ കുറച്ചു നാൾ ഉണ്ടായപ്പോഴും നമുക്ക് ആ രജിസ്ട്രേഷൻ അവിടെ തന്നെ കിടക്കണ്ടാവും. അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മുന്നേ ഒക്കെ അങ്ങനെയായിരുന്നു. ജസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ രജിസ്ട്രേഷൻ നടക്കുന്നു. അതേപോലെ നമുക്ക് ഒരു സ്കീം പോലെ ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരി നമുക്കറിയില്ല. നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ ആയിരിക്കില്ല, നമ്മുടെ സ്റ്റേറ്റിലേ ആയിരിക്കില്ല, എവിടെയെങ്കിലും കർണാടകം അതുപോലെ തന്നെ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കാത്തത്? അത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമ്മുടെ നാട്ടിൽ നിയമ സാധ്യതകൾ അല്ലെങ്കിൽ നിയമങ്ങൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ നിയമങ്ങൾ പാലിക്കുന്ന കമ്പനികൾ മാത്രമേ നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഡിഫറൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികൾക്കും അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് അവർ രജിസ്ട്രേഷൻ ചെയ്തു. ബാംഗ്ലൂര് അങ്ങനെയൊക്കെ ആയിരിക്കും രജിസ്ട്രേഷൻ കൂടുതലും ഉണ്ടാവുക. പല കമ്പനി എന്ന് അവകാശപ്പെടുന്ന പല സ്കീം കമ്പനികളെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്ന ഒരു വേർഡ്സ് ഞാൻ പറയാം, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു വേർഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇത് അതേപോലെ തന്നെയല്ലേ, ലെഫ്റ്റ് റൈറ്റ് അല്ലേ? ആൾക്കാരെ കൊണ്ടുവരണ്ടേ, ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കണ്ടേ? ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കേൾക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആൾക്കാരും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ലെഫ്റ്റിലും റൈറ്റും രണ്ടുപേരെ കൊണ്ടുവരണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ എന്താണ് ആ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത്? അതിന് നമ്മൾ പറയുന്നത് പല രീതിയിൽ പറയാറുണ്ട്. ബൈനറി സിസ്റ്റം അല്ലെങ്കിൽ പിരമിഡ് സിസ്റ്റം, ഇങ്ങനെയും പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ വർക്കിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ്. വർക്കിംഗ് സിസ്റ്റം ബൈനറി ആണെങ്കിൽ അവിടെ നമ്മൾ അടുത്തതായിട്ട് കേൾക്കുന്ന ഒരു വേർഡ്സ് ആണ് പെയർ മാച്ചിങ്. അത് എല്ലാവർക്കും അറിയില്ല. വളരെ അപൂർവം ആൾക്കാർ, ഇതിന്റെ ഡീപ്പായിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ പെയർ മാച്ചിങ് എന്നുള്ള ഒരു സംഭവം അറിയുള്ളൂ. അപ്പൊ എന്താണ് പെയർ മാച്ചിങ്, എന്താണ് ലെഫ്റ്റ് റൈറ്റ്, എന്താണ് ബൈനറി സിസ്റ്റം, എന്താണ് പിരമിഡ് സിസ്റ്റം? എല്ലാം ഒന്ന് തന്നെ, ഒറ്റ സിസ്റ്റമാണ്, പക്ഷെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോ അതിനകത്ത് പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ലെഫ്റ്റിലും റൈറ്റും അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന രീതി. അവിടെ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യത എന്ന് പറയുന്നത് മണി സർക്കുലേഷൻ ആണ്. ഇത്രായിരം രൂപ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കമ്പനികളായിരിക്കും കൂടുതലുണ്ടാവും. അതൊക്കെയാണ് സ്കീം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത്രായിരം രൂപയുടെ ജോയിനിങ്, അപ്പൊ ആ ജോയിനിങ്
അളവ് അനുസരിച്ചിട്ടായിരിക്കും ആ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് ആ വരുമാനം കിട്ടുന്നത്? അതൊക്കെയാണ് നമ്മൾ ശരിക്കും മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ മണി സർക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതൊരു മണി ചെയിൻ, നമ്മൾ മണി ചെയിൻ സിസ്റ്റത്തിൽ പറയുന്ന ഏറ്റവും കൂടുതൽ ലെഫ്റ്റിൽ റൈറ്റ് ആയിരിക്കും. കാരണം അതിൽ കാണുന്നത് അതിന്റെ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടീമുകൾ കാണുന്നത് അവർക്കുള്ള പ്രോഫിറ്റ് എത്ര വർഷം കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിന് എളുപ്പ വഴിയാണ് ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു നാൾ മാത്രമാണ് ആ കമ്പനി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഒരു 5 വർഷം 6 വർഷം 7 വർഷം ആ രീതിയിൽ, ഇല്ലെങ്കിൽ 1 2 വർഷം, ഇല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന പല പല കമ്പനികളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ കമ്പനി എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്യുന്നത് സ്കീം എന്ന് പറയുന്ന രീതിയിലാണ്. രജിസ്ട്രേഷൻ ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ പ്രകാരം വർക്ക് ചെയ്യുന്ന പല പല കമ്പനിയാണെന്ന് പറയുന്ന കമ്പനികൾ. അപ്പോൾ പിരമിഡ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ബൈനറി സിസ്റ്റം അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഈ രീതിയിൽ പറയുന്നത് നമ്മുടെ അപ്പുറത്തിപ്പുറത്തും രണ്ടുപേരെ ജോയിൻ ചെയ്യിക്കുന്നു, ഇത്രായിരം രൂപയുടെ ജോയിനിങ് ഉണ്ടാവും അതിനകത്ത്, അല്ലെങ്കിൽ ഇത്രായിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് പെയർ മാച്ചിങ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ സംഖ്യ എടുക്കാം, ഒരു 100 പേര് വന്നു, 100 പേര് വന്നു, ലെഫ്റ്റ് സൈഡിൽ ഒരു 50 പേര് വന്നു. അപ്പൊ അവിടെ പെയർ മാച്ചിങ് നടന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ പെയർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സംഖ്യ ഏത് സൈഡിലാണോ ഉള്ളത് അതിനെയാണ് അവരാദ്യം എടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ 50 ആണ്, മറു സൈഡിൽ 100 പേരാണ്. അപ്പോൾ അവിടെ പെയർ മാച്ചിങ് എന്ന് പറയുന്നത് 50:50. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തായി, 100 പേരിൽ നിന്ന് 50 പേരെയും റൈറ്റ് സൈഡിൽ നിന്ന് 50 പേരെയും എടുത്തു കഴിഞ്ഞാൽ അതാണ് പെയർ മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ പെയർ മാച്ചിങ് ചെയ്തു, അതിന്റെ വരുമാനം നമുക്ക് കിട്ടി. പക്ഷെ ബാക്കി ലെഫ്റ്റ് സൈഡിൽ 50 പേരുണ്ടല്ലേ, അവരുടെ വരുമാനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. അതായിരിക്കും എല്ലാവർക്കും അറിയണമെന്നില്ല. ഈ പെയർ മാച്ചിങ് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രം അറിയാം. അപ്പൊ ബാക്കിയുള്ള 50 പേരുടെ വരുമാനം പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്. ഇനി ഒരേ സൈഡിൽ തന്നെ ഒരേപോലെ പോകുന്നുണ്ടെങ്കിൽ അതിനെ പല രീതിയിലും മുകളിലുള്ള ആൾക്കാർ നമ്മൾ അറിയാതെ ഡാമേജ് ഉണ്ടാക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കും. അത് ഇവിടെ മാത്രമേ സാധിക്കുള്ളൂ. അവിടുത്തെ ഇപ്പുറത്തുള്ള ആൾക്കാരെ കുറെ ആൾക്കാർ ഇപ്പുറത്ത് കൊണ്ടിടാനും ഇപ്പുറത്തുള്ള കുറെ ആൾക്കാർ അപ്പുറം കൊണ്ടിടാനും ഒക്കെ ഇതിൻ്റെ അകത്ത് പല പല ടെക്നിക്കുകളിലൂടെ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പെയർ മാച്ചിങ് എന്ന് പറയുന്നത് വളരെ വളരെ നമുക്ക് സംഭവിക്കൂല, നമ്മളെ ചെയ്യാൻ സമ്മതിക്കൂല. ചെയ്യുമ്പം ചെയ്യുന്ന സമയത്ത് എന്താണ്, മുകളിലുള്ള ആൾക്കാർക്ക് വരുമാനം കുറയും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആൾക്കാർ തന്നെ, നമ്മൾ ഒരു സൈഡ് എന്തായാലും നമ്മളെ ലീഡേഴ്സ് നോക്കുന്നുണ്ട്, മറ്റേ സൈഡ് മാത്രമേ എനിക്ക് നോക്കാനുള്ളൂ എന്ന് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഏതാണോ നല്ല സ്പീഡപ്പ് ആയിട്ട് പോകുന്നത്, നമ്മുടെ പവർ ലെഗ് എന്ന് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഏതാണോ അതിൻ്റെ അത് ലെഫ്റ്റിലും റൈറ്റിലും പവർ ലെഗ്, ആ ലെഗിനെ പവർ ആയിട്ടുള്ള ലെഗിനെ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ മറ്റേ സൈഡിൽ പറയും, ഒരു സൈഡ് ഞാൻ നോക്കിക്കോളാം, മറ്റേ സൈഡ് നിങ്ങൾ നോക്കണം. മറ്റേ സൈഡിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആള് ആരൊക്കെയാണ്, നമ്മുടെ അളിയൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി ഇല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്. അവര് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കൂല, മനസ്സിലായില്ല, നമ്മൾ പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ ആ രീതിയിൽ ആ ലെഗ് എപ്പോഴും വീക്ക് ലെഗായി. ഈ രീതിയിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ വർക്ക് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്, നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഒരുപാട് നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ആദ്യം ഉള്ള ഒരു നിയമം എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആണെങ്കിൽ മാത്രമേ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിന്റെ ഏറ്റവും ഫസ്റ്റ് നിയമം ഇത് തന്നെയാണ്. അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കുള്ള ഫസ്റ്റ് നിയമങ്ങൾ ഇതാണ്. ഇപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ, ഇടനിലക്കാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കൈകളിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കമ്പനികളെയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അതില് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ സാധാരണ നമ്മളെ മാർക്കറ്റിംഗിൽ അത് നമ്മളെ പ്ലാനിലൊക്കെ പറയുന്നതാണ്. ആ പ്ലാനിൽ പറയുന്നത് പോലെ ഇടനിലക്കാർ കുറെ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരുടെ കൈകളിലൂടെ വന്ന് അഡ്വർടൈസ്മെന്റിലൂടെ കേട്ട് നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ
അത് പോയിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, നമ്മുടെ തൊട്ടടുത്ത കടകളിൽ പോയി ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്ന് സാധാരണ കണ്ടുവരുന്ന സിസ്റ്റം. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ആ ഇടനിലക്കാരെ നമ്മൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, അത് നമ്മൾ എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ അതിനെ കൂടുതലായിട്ട് പറയുന്നില്ല, ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് നേരിട്ടെത്തുന്നു. കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ, നേരിട്ടുള്ള ഔട്ട്ലെറ്റുകൾ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല ജില്ലകളിലും ഉണ്ടാവും. അവിടുന്ന് നമുക്ക് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഏകദേശം 38ഓളം ഗൈഡ് ലൈൻസ് ആണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടോ? അപ്പോൾ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മണി സർക്കുലേഷനിലൂടെ തന്നെയായിരിക്കും. രണ്ടാമത്തത്, ജോയിനിങ്ങിന് ഫീ വാങ്ങുന്നുണ്ടോ? ജോയിനിങ്ങിന് ഫീ വാങ്ങുന്ന കമ്പനിയും മണി സർക്കുലേഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ലെഫ്റ്റ് റൈറ്റ്, ഈ ബൈനറി സിസ്റ്റം ഇതൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയായിരിക്കും. മൂന്നാമത്തത്, റിന്യൂവലിന് ഫീ വാങ്ങുന്നുണ്ടോ? എല്ലാ വർഷവും റിന്യൂവൽ ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള കമ്പനികളുണ്ട്. എല്ലാ വർഷവും ഇത്ര 1000 രൂപയുടെ റിന്യൂവൽ ചെയ്താൽ മാത്രമേ. അതുപോലെ തന്നെ അടുത്തത് മണി ബാക്ക് ഗ്യാരണ്ടി. മണി ബാക്ക് ഗ്യാരണ്ടി നമ്മളെപ്പോഴും നമ്മുടെ പ്ലാനിന്റെ സിഒയിലൊക്കെ പറയുന്നതാണ്. നമുക്ക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരവസരം. അപ്പൊ അത് പാലിക്കുന്ന കമ്പനിയാണോ? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ആ കമ്പനിയുടെ രൂപരേഖ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് നമ്മൾക്ക് എന്തുകൊണ്ടാണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖല ആയതുകൊണ്ടാണ്, അത് തന്നെയാണോ എന്നുള്ള തിരിച്ചറിയാനാണ് നമ്മൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ആണ്. ആ ഗൈഡ് ലൈൻസ് പാലിക്കുന്ന കമ്പനിക്ക് മാത്രമേ ഈ കമ്പനി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പിന്നെന്ന് പറയുന്നത്, സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസ് ആയിരിക്കണം. വില കൂടുതലായിരിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനി എപ്പോഴും വില കൂടുതലായിരിക്കില്ല. വില എപ്പോഴും നോർമലായിട്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വില എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങളുടെ സാധനങ്ങൾക്ക് എപ്പോഴും ഭയങ്കര വിലയായിരിക്കില്ല. അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. കാരണം ഫീൽഡിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതേ മണി സർക്കുലേഷൻ ചെയ്യുന്ന കമ്പനികളെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരേ ബ്രാൻഡ് ഉൽപ്പന്നം കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ആ കമ്പനി മറ്റേതോ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് എങ്കിൽ ആ കമ്പനി ഈ കമ്പനിയും തമ്മിലുള്ള ടൈപ്പ് അനുസരിച്ചിരിക്കും മറ്റുള്ള എല്ലാ സമയത്തും നമുക്ക് ഒരേപോലെ പ്രൊഡക്റ്റ് കിട്ടണം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടൈപ്പ് പോലെ ഇരിക്കും. കാരണം അവരെന്തെങ്കിലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അത് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് വേറൊരു കമ്പനിയുടേതാണെങ്കിൽ ആ കമ്പനിയും ഈ സ്കീം എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ അടിപിടി പോലെ കൂടി കഴിഞ്ഞാൽ കമ്പനി പിന്നെ ഈ സ്കീം ചെയ്യുന്ന കമ്പനിക്ക് കുറച്ച് കൊടുക്കാത്ത അവസ്ഥ വരും. അപ്പോൾ മാറ്റി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് നമുക്ക് കിട്ടാതെ അവസ്ഥ വരുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് കമ്പനികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഇതുപോലെ സ്കീം നടക്കുന്ന കമ്പനികൾക്ക് സ്ഥിരമായിട്ട് വിദേശ ടൂറുകൾ, എല്ലാ വർഷവും വിദേശ ടൂറുകൾ ഉണ്ടാവണമെന്നില്ല, കൊടുക്കാറില്ല. അവര് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ടൂർ അല്ലെങ്കിൽ ഒരു തായ്ലാന്റ് ട്രിപ്പ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ അത് വളരെ അപൂർവങ്ങളായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കുന്ന കമ്പനികളായിരിക്കില്ല. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ കാറ് കൊണ്ടുവച്ച് ഇത് ഇന്നാൾ അച്ചീവ് ചെയ്തതാണ്, ഇത് ഇന്നാൾ നേടിയെടുത്തതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ മിക്കവാറും പല സ്ഥലങ്ങളിലും ആ കാറ് വാങ്ങിക്കുന്നത് ഒരുപക്ഷെ അവരുടെ പൈസ കൊണ്ട് തന്നെയായിരിക്കും. ഇതുപോലെയുള്ള സാധാരണ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കുള്ള രീതിയിലുള്ള കാർ ഫണ്ടോ ഹൗസ് ഫണ്ടോ ഒന്നും കാണാൻ സാധിക്കാറില്ല.
കാരണം അത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അതിൽ നമ്മൾക്ക് കാണുന്ന വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് അതിൻ്റെ അകത്ത് കാറുകളും വീടുകളൊക്കെ സ്വന്തമൊക്കെ ഉണ്ടാവുക. അല്ലാത്തവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കമ്പനീനെ കാണി പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ നല്ല ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രൊഡക്റ്റിന്റെ റേറ്റ് നോക്കുമ്പോൾ നമ്മളെ ഒരു പ്രൊഡക്റ്റിനെക്കാളും നേരെ ഡബിളോ ട്രിപ്പിളോ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാം. അതിനാണ് ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നത്. മെയിൻ ചിന്തിച്ചാൽ മതി, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് കൂടുതലും മണി സർക്കുലേഷൻ അല്ലെങ്കിൽ ജോയിനിങ്ങിനും ഫീ ഇതൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. കാരണം ആ ഒറ്റ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ. അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലുള്ള മണി സർക്കുലേഷൻ ചെയ്യുന്ന കമ്പനിയാണോ അല്ല നല്ല കമ്പനിയാണോ എന്നുള്ള രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ എഴുതി നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഡേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എങ്ങനെയാണ് നല്ല കമ്പനിയെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ, വെസ്റ്റീജ് കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് പ്രത്യേകത? അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള കമ്പനിയിൽ മാനേജിങ്, അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിന്റെ മാനേജിങ് ഡയറക്ടേഴ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലുണ്ട്, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ചെയ്യാൻ പോകുന്നത് നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, പല ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം ഒക്കെ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 വർഷം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ 2 വർഷം കഴിയുന്ന സമയത്ത് ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാവും. അതും ബിസിനസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൂട്ടിപ്പോവാൻ പാടില്ല. അതാണ് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെസ്റ്റീജ് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് വെസ്റ്റീജ് കമ്പനി? 2004 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പ്ലാനിൽ പറയുന്നത് പോലെ തന്നെ ഇന്ന് 21 വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി. അതിന്റെ മാനേജിങ് ഡയറക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, ഫൗണ്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. മലേഷ്യൻ കമ്പനിയിലൊക്കെ നിരവധി കമ്പനിയിൽ CEO ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഒത്തിരി സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഓരോ പ്രോഡക്ട്സിനും അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ ബെസ്റ്റ് സിഒക്കുള്ള അവാർഡ് പോലും വാങ്ങിച്ചിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇനി മറ്റുള്ള കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടോ ചോദിച്ചാൽ നമുക്കറിയാം, ഹിമാചൽ പ്രദേശിൽ ബിദ്ദി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത്. 3 പ്ലാന്റാണ് ഉള്ളത്. അപ്പോൾ ആ പ്ലാന്റിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട്, യാതൊരുവിധ ഇടനിലക്കാരും ഇല്ലാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഒത്തിരി പേര് ഈ ഫീൽഡിൽ തന്നെ, ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളവർ പോലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്കീം ആയിരിക്കും, അതില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആയിരിക്കും എലമെന്റ്സ് എന്നത്. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. എലമെന്റ്സ് ആൻഡ് ഓൺ ആൻഡ് ഓൺ. നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് എലമെന്റ്സ് എന്നാണ്. ശരിക്കും എലമെന്റ്സും ഓൺ ആൻഡ് ഓണും ആണോ അവരുടെ കമ്പനി? അവരുടെ കമ്പനിയുടെ പേര് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ സ്കീമാണ്. അവർക്ക് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങളില്ല. അവരെവിടുന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്? എലമെന്റ്സ് അതുപോലെ ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇതിനു മുന്നേ അവർ RMB എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഉണ്ടായത്. അത് പൊട്ടിപ്പൊളിഞ്ഞു പോയതിനു ശേഷം അവർ സ്റ്റാർട്ട് ചെയ്ത രണ്ടാമത്തെ ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങളില്ല, മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് ഇവിടെ വിപണനം ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല.
അതിന്റെ വേറൊരു ഉദാഹരണമാണ് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ മണി സർക്കുലേഷൻ ചെയ്ത് പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു കമ്പനി. അവരാദ്യം ചെയ്തത് ഇതുപോലെ മറ്റുള്ള ബ്രാൻഡ് കമ്പനികളുടെ അവിടെ കോൾഗേറ്റ് കിട്ടും, ക്ലോസപ്പ് കിട്ടും, എല്ലാം കിട്ടും. അത് വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു കമ്പനിയാണ്. പിന്നെ അത് മണി ചെയിനിലേക്ക് പോയി. ഇപ്പം നിലവിൽ കമ്പനി ഇല്ല. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, അവിടെ എല്ലാ പ്രൊഡക്റ്റുകളും എപ്പോഴും നമുക്ക് ലഭിക്കണമെന്നില്ല. മറ്റുള്ള കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നു. അപ്പോ ഞാൻ എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവര് കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ വെസ്റ്റേജ് കമ്പനി മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. വെസ്റ്റേജ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. പിന്നെ R&D ഉണ്ടാകുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. ഒന്ന് റഷ്യയിലാണ്, ഒന്ന് ഇന്ത്യയിലാണ്. സൗണ്ട് ഓക്കെ അല്ലേ ഷായി സാറേ? ഒന്ന് റഷ്യയിലാണ്, അതുപോലെ തന്നെ ഒന്ന് ഇന്ത്യയിലും ഉണ്ട്. എന്തുകൊണ്ടാണ് റഷ്യയിലും ഇന്ത്യയിലും രണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റേഷൻ ഉണ്ട്. അപ്പൊ ഫുഡ് സപ്ലിമെന്റ് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ നമുക്ക് R&D ചെയ്യാൻ വേണ്ടി, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു R&D പ്രവർത്തിക്കുന്നത് റഷ്യയിലാണ്. അവിടെ ഒട്ടുമിക്ക ക്ലൈമറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയതുകൊണ്ട് തന്നെ അവിടെ റിസർച്ച് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു R&D റഷ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ അടുത്തത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ, ഇവിടെ ജോയിനിങ്ങിന് നമുക്ക് യാതൊരുവിധ ഫീസും വാങ്ങിക്കുന്നില്ല. ഇത്രായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളവர்கள் എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഷാജി സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സോപ്പ് എടുത്തിട്ട് പോലും നമുക്ക് ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ജോയിനിങ്ങിന് നമുക്ക് ഫീസ് വാങ്ങിക്കില്ല. ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 35 ദിവസം കമ്പനി നോക്കുന്നുണ്ടാവും. എന്നിട്ടും നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് റിമൂവ് ചെയ്യുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണ്? ഒരു മാസം നമ്മളെ പഠിക്കാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സമയം തന്നിട്ട് പോലും നമ്മളെ വീട്ടിൽ ആ ഒരു മാസത്തേക്ക് വാങ്ങിക്കുന്ന ഒരു ഉൽപ്പന്നം പോലും ഇവിടുന്ന് വാങ്ങിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ കമ്പനിയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് കമ്പനി റിമൂവ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് രണ്ടാമതും ജോയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആ കൊടുത്ത ID നമ്പറോ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആക്സെപ്റ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ വേറെ നമ്പറും അല്ലെങ്കിൽ വേറെ ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് വേണം ജോയിൻ ചെയ്യേണ്ടിക്ക്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാത്തടത്തോളം കാലം കമ്പനി നമ്മൾ അവിടെ വെക്കില്ല. അത് നമ്മൾ ഏത് കമ്പനി ആയി കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലുള്ള ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പണിയെടുക്കുന്നവരെ മാത്രമേ കമ്പനികൾക്കുള്ളൂ അല്ലെ? പണിയെടുക്കാത്തവരെ പറഞ്ഞു വിടുന്നുണ്ടാവും. ആ രീതിയിൽ നമ്മുടെ കമ്പനി നമുക്ക് ജോയിനിങ്ങിന് ഫീസ് ഇല്ല. എങ്ങനെ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന സിസ്റ്റം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൈനറി സിസ്റ്റം, പിരമിഡ് സിസ്റ്റം, പിരമിഡ് സിസ്റ്റം, മാച്ചിങ്, ഇങ്ങനെയുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ചെയ്യുന്നത് സൺഫ്ലവർ സിസ്റ്റമാണ്. സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂര്യനെ വരച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പിക്ചറിൽ വരക്കുമ്പോൾ കുറെ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൂര്യനാണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ 2 കിലാണ് ലെഫ്റ്റ് റൈറ്റും ആണ് ജോയിനിങ് എങ്കിൽ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ജോയിനിങ് ആണ്. എത്ര ലെഗ് വേണ്ടിയെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര ലെഗ് വേണ്ടിയെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ എല്ലാ ലെഗിൽ നിന്നും നമുക്ക് വരുമാനം നേടിയെടുക്കുമ്പോൾ അവിടെ പെയർ മാച്ചിങ് ഇല്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പെയർ മാച്ചിങ് ഒരിക്കലും ഇല്ല. പെയർ മാച്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര ലെഗ് ഉണ്ടോ അത്രയും ലെഗിൽ നിന്ന് നമുക്ക് വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആദ്യം നമ്മൾ വരുന്നു 5% വരുന്നു, പിന്നെ അത് 8% മാറുന്നു, പിന്നെ അത് 12%, പിന്നെ 16%. അതിന് നമുക്ക് പോയിന്റ് വാല്യൂ ഉണ്ട് അല്ലെ? ഓരോ പോയിന്റ് വാല്യൂ. നമുക്ക് ഒരു 30 അല്ലെങ്കിൽ 35 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് 21 വർഷമായിട്ടും അത് തന്നെയാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു റേറ്റിൽ ഇത്രയും കാലമായിട്ട് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹനീയത. ഒരു PV എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ എന്ന് പറയും. ചെറിയ ആള് സെയിൽസ് SV എന്നൊക്കെ കാണാൻ പറ്റും. സെയിൽസ് വോളിയം, ബിസിനസ് വോളിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് നമുക്ക് 30-35 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് വാല്യൂ, അങ്ങനെ ആ പോയിന്റ് വാല്യൂയിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 5%, അവിടെ പെയർ മാച്ചിങ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ
സിഒയിലായാലും അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷനിലും നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മളിപ്പോ ഒരു 16% ഒരു 5% ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5% ബെനിഫിറ്റ് ആ വ്യക്തിക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അതിന്റെ ബാക്കി 11% നമ്മളിലേക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 8% ഒരു വ്യക്തിയാണെങ്കിൽ 8% ബെനിഫിറ്റ് 8%കാരന് കൊടുക്കുകയും ബാക്കി വരുന്ന 8% അതിന്റെ 16%കാരന് കൊടുക്കുകയും അങ്ങനെ എല്ലാവർക്കും ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വരുമാനം കൊടുക്കുന്ന ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് രീതി, അല്ലെങ്കിൽ സൺഫ്ലവർ സിസ്റ്റം എന്നാണ് അതിന് പറയാ. ആ രീതിയിൽ നമുക്ക് വരുന്ന എല്ലാവർക്കും വരുമാനം, നിങ്ങൾ എന്ത് വാങ്ങിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു വരുമാനം എല്ലാ മാസവും 10-ാം തീയതി തന്നെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. എല്ലാ മാസവും 10-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പേയ്മെന്റ് കിട്ടാതിരിക്കില്ല. നമ്മൾ എന്താണോ വാങ്ങിച്ചത് അതിന്റെ ഒരു വരുമാനം നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് 21 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ വിഷൻ തന്നെ എന്ത് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരായ വ്യക്തികളെയും മുൻനിരയിലേക്ക്, സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. നിരവധി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല സാറപ്പം പറയുന്ന TRAയുടെ അനുമതിയോട് കൂടിയിട്ട് ബെസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള അവാർഡ് നേടിയെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാനും അതേപോലെ തന്നെ സമൂഹത്തിനോ അല്ലെങ്കിൽ നമുക്കോ യാതൊരുവിധ ഹാനികരങ്ങളും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക്, വിശ്വസിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന അവാർഡാണ് മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. പ്രകൃതിക്കോ അല്ലെങ്കിൽ മനുഷ്യനോ ഹാനികരമായിട്ടുള്ള ഹാർംഫുൾ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വിദേശ ടൂർ, നമുക്ക് ഇയർലി 3 ടൂറുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. 2 ഏഷ്യൻ ട്രിപ്പും 1 യൂറോപ്യൻ ട്രിപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഈ 3 ഫണ്ടും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിലക്കില്ല എന്നുള്ളതാണ്. നേരത്തെ എപ്പോഴെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അച്ചീവേഴ്സിനെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടൂർ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വർഷവും 3 ടൂർ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിൽ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ വർഷവും പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാർ ഫണ്ട് ആയി കഴിഞ്ഞാലും ഹൗസ് ഫണ്ട് ആയി കഴിഞ്ഞാലും നമുക്ക് ലൈഫ് ലോങ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ മാത്രമല്ല, നിലക്കാത്ത വരുമാനം, പാസീവ് ഇൻകം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിലുള്ള മറ്റുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. നല്ല കമ്പനിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ജോയിനിങ്ങിന് ഫീസ് വാങ്ങിക്കാതെ, അതുപോലെ തന്നെ റിന്യൂവലിന് ഫീസ് വാങ്ങിക്കാതെ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള. കാരണം നമുക്ക് ഇവിടെ അറിയാം, നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് 30% യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി GST കഴിച്ചിട്ടുള്ള മുഴുവൻ എമൗണ്ടും അല്ലെങ്കിൽ അതിന്റെ വൗച്ചറായിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അത് വേറെ എല്ലാ കമ്പനികൾക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. നേരത്തെ പറഞ്ഞ ആ കമ്പനിക്ക് ഒരിക്കലും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഇല്ല, മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ കമ്പനിയെയും മറ്റുള്ള കമ്പനിയും നോക്കുകയാണെങ്കിൽ വില എപ്പോഴും കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് വില കൂടുതൽ? നേരത്തെ പറഞ്ഞ എലമെന്റ്സ് കമ്പനിക്കും ഓൺ ആൻഡ് ഓണിന്റെ കമ്പനിക്കും പ്രോഫിറ്റ് വേണം. അത് മാർക്കറ്റ് ചെയ്യുന്ന മൈ ലൈഫ് സ്റ്റൈലിനും പ്രോഫിറ്റ് വേണം. അത് ഇതിൽ ജോയിൻ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പ്രോഫിറ്റ് വേണം. അപ്പൊ 3 സ്ഥലത്ത് നമുക്ക് പ്രോഫിറ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിന്റെ വില കൂടുതലായിരിക്കും. ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റിന്റെ വില കൂടുതലായിട്ട് വരുന്നത്? ഇവിടെ എന്താണ്, നമ്മുടെ കമ്പനി മറ്റുള്ള കമ്പനികൾക്കൊന്നും പൈസ കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ വില കുറവായിരിക്കും. പിന്നെ വില കൂടുന്നത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ട് വില കൂടുതലുള്ള പല വിദേശ കമ്പനികളും നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻഗ്രീഡിയൻസ് അത് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ബ്രാൻഡുകൾക്കെല്ലാം വില കൂടുതലാവാനുള്ള കാരണം മറ്റ് കൺട്രികളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സ്വന്തമായിട്ട് അവർക്ക് മാനുഫാക്ചറിങ് ഉണ്ടാവില്ല, അവരുടെ മാനുഫാക്ചറിങ് ഔട്ട്സൈഡിൽ തന്നെയായിരിക്കും. അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന
വിലകളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വില കൂടുതലാവും. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിരിക്കും, നല്ല കമ്പനിയൊക്കെ ആയിരിക്കും, നല്ല പ്രോഡക്റ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ വില കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നു, നേരെ തിരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനിയുടെ മഹത്വം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി നമ്മുടെ ആയുർവേദത്തെ ഗ്ലോബലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതും ഒരു വിഷനാണ് കമ്പനിയുടെ, നമ്മുടെ ആയുർവേദത്തെ ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആയുസാൻഡേ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്നത്. അപ്പൊ ഇനി വരും വർഷങ്ങൾ ഒരു 2030 ആവുന്ന സമയത്ത് കമ്പനി 50 രാജ്യങ്ങളിൽ അല്ലെങ്കിൽ 30 രാജ്യത്തിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ 1000 പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറാനും പോകുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് 450 പരം പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ള കമ്പനികളുടെ പേരുകൾ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയെ കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, പക്ഷെ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും പറയില്ലേ, ലോട്ടറിയിലുള്ള എമൗണ്ടിനെ അനുസരിച്ചിട്ട് അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൂടുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിന്റെ അത് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. 500 രൂപക്ക് നമ്മൾ ബമ്പർക്കും നോർമലായിട്ട് 40 രൂപ, അതേ രീതിയിൽ തന്നെ നമ്മളെ സമീപിക്കുന്നുണ്ടോ, അതേ ചിന്താഗതിയിൽ തന്നെ നമ്മളെ സമീപിക്കുന്നുണ്ടോ. അവിടെ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങളുണ്ടോ, സ്വന്തമായി കമ്പനി ഉണ്ടോ, എവിടെയാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്, എത്ര വർഷമായിട്ടുള്ള കമ്പനിയാണ്, അതിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തമായിട്ട് R&D ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനിയാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആൻസർ കൃത്യമായിട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നല്ല കമ്പനിയെയും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്കീമിനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ. ഇന്നലെയല്ല മിനിഞ്ഞാന്ന് എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കമ്പനിയിൽ ഒരു വർക്ക് ചെയ്തത്. കാരണം നമ്മുടെ ഈ ഡയറക്ട് മേഖലയിൽ നമ്മൾ പല രീതിയിലും പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ പേരുകൾ മറ്റുള്ള കമ്പനിയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സിനൊക്കെ നമ്മളെ അറിയുന്നുണ്ടാവും. കാരണം ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഗ്രൂപ്പുകളിലും ഇതിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മളെ പേരും അല്ലെങ്കിൽ ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ എനിക്കൊരു കോള് വന്നു. ആ കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കടിച്ചാപ്പൊട്ടാത്ത ഒരു വേർഡ്സ് ആയിരുന്നു. ഏകദേശം 1.5 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. 1.5 മാസം. അവിടെ പ്രൊഡക്റ്റിന് ഞാൻ ഒറ്റ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയുടെയാണ് പോയിന്റ് വാല്യൂ. സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചോദിച്ചു, അതിനൊന്നും ആൻസർ പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അതിനും ആൻസർ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഞാൻ പോയിന്റ് വാല്യൂ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കോള് അറ്റൻഡ് ചെയ്ത്. ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കമ്പനിയെ കുറിച്ചിട്ട് വേറെ ഒരു കാര്യവും എനിക്ക് അറിയേണ്ടതായിട്ടില്ല. പോയിന്റ് വാല്യൂ എന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ 4 ടോയ്ലറ്റ് ക്ലീനർ എടുത്തു കഴിഞ്ഞാൽ 1 PV ആവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ടോയ്ലറ്റ് ക്ലീനറിന് എത്രയാ റേറ്റ്? അപ്പൊ പറഞ്ഞു 202 രൂപയാണ് MRP റേറ്റ്. ഞാൻ ചോദിച്ചു, നമുക്ക് എത്ര റേറ്റിന് കിട്ടും? അപ്പൊ പറഞ്ഞു 150 രൂപ കിട്ടും. പിന്നെ ഞാൻ 150 × 4 ഗുണിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇല്ല ആ പൈസക്ക് നമുക്ക് ഒരു പോയിന്റ് ആവില്ല. അതുപോലെ തന്നെ 8 എണ്ണം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 8 എണ്ണം എടുക്കുമ്പോൾ 150 × 8 എണ്ണം എത്ര പൈസയായി? 1200 രൂപയായി. 1200 രൂപക്കാണ് ഒരു പോയിന്റ്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ലെഫ്റ്റും റൈറ്റിലും തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ വരുമാനം കിട്ടുക? ഒരു സൈഡിൽ 1 PV മറ്റേ സൈഡിൽ 1 PV 1:1 വന്നു കഴിഞ്ഞാൽ 30 രൂപ കിട്ടുന്നു. ആലോചിച്ച് നോക്കിയേ, 8 ടോയ്ലറ്റ് ക്ലീനർ എടുത്താലാണ് 1 PV ആവുക. അദ്ദേഹം പറഞ്ഞു ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ് വരുന്നത്. അത് സംബന്ധിച്ച് നമ്മളിലും അങ്ങനെ തന്നെയാണ്. അപ്പോ വില എത്രയായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 30 രൂപക്ക് 1 PV പെയർ മാച്ച് ചെയ്ത കിട്ടുന്നത് 30 PV. അപ്പോ അദ്ദേഹം അത് പറഞ്ഞു 1 PV അല്ല, ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 25 PVക്കാണെന്ന് പറഞ്ഞു. അപ്പൊ 25 PV എന്ന് പറയുമ്പോൾ പൈസ എത്രയെന്ന് ആലോചിച്ച് നോക്കിയാൽ 25:25. ആ പെയർ മാച്ചിങ് ആണ് എല്ലാവരും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ 25:25 വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് 430 രൂപ. ആരും കേട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ പറയാം, എനിക്ക് ഓർമ്മയില്ല. ഒരു വല്ലാത്തൊരു പേരാണ്. 430 രൂപയാണ് 25:25 പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. 25 PV വാങ്ങിക്കണമെങ്കിൽ
8 ടോയ്ലറ്റ് ക്ലീനറിന്റെ റേറ്റ് 150 ഇൻറ്റു 8 അത്രയും വന്നു കഴിഞ്ഞാലാണ് ഒരു PV ആവുക. അത്രയും ഇൻറ്റു 25 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജോയിനിങ്ങിന് ഫീ വേണം. 12,000 മുതൽ 16,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് അതിൽ ജോയിനിങ് കിട്ടുക. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെയോ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു സോപ്പ് എടുത്താൽ പോലും നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും നമുക്ക് കിട്ടുന്നത് വെറും 44 രൂപക്ക്, അല്ലേ? 44 രൂപക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇവിടെ PVയോ 30 രൂപക്കാണ്, അല്ലെ 35 രൂപക്കാണ് ഒരു PV. വ്യത്യാസം എത്ര ഡിഫറെന്റ് ആണെന്ന് നോക്കിയാട്ടെ. ലാസ്റ്റ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം, എല്ലാം ശരി തന്നെ, ഞാൻ വെറും 10-15 മിനിറ്റിന് കൊണ്ട് ക്ലോസ് ചെയ്തു കേട്ടോ. പുള്ളിക്കാരൻ ചോദിച്ച അടുത്തൊരു എന്താണെന്ന് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുമല്ലോ, ആൾക്കാർ പറയല്ലോ, അപ്പൊ നമുക്ക് അറിയണം. ചോദിച്ചത് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്ത ആളുടെ ID നമ്പറോ അല്ലെങ്കിൽ ആളെയോ അറിയുമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ 1.5 മാസമായിട്ടുള്ള കമ്പനി അല്ല എന്റേത് 21 വർഷമായിട്ടുള്ള കമ്പനിയാണ്. അവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആളുടെ ID നമ്പറും ആളെയും അറിയോ എന്നാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞത്, ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നവർ എവിടെയുള്ളവരാണെന്നോ എവിടെയുള്ളവരാണ് പർച്ചേസ് ചെയ്യുന്നതെന്നോ എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു. നമുക്ക് പോലും അറിയാതെ എവിടെയോ ഉള്ള ആൾക്കാർ ജോയിൻ ചെയ്യുന്നു, എവിടെയുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് പോയിന്റ് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കയറുന്ന സമയത്തോ ആണ് ഇന്ന ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇന്ന ആള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ ഷായി സാറിനൊന്നും അറിയാനേ പറ്റില്ല. എവിടുന്നാണ് ജോയിനിങ് എന്നോ എത്ര PV ആയിരുന്നു, എവിടുന്നാണ് PV കയറുന്നതെന്നോ പോയി ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക്. അവിടെ 2 ലൈൻസ് മാത്രമൊക്കെ 1.5 മാസമായിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കാണ്. അവിടെ പുള്ളിക്കാരന്റെ ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനിയാണ്, എനിക്ക് ഈസി ആയിട്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ സെല് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞ് അവിടെ കോള് കട്ട് ചെയ്യാനുള്ളത്. ആലോചിച്ച് നോക്കുക, നമ്മുടെ കമ്പനിയും മറ്റുള്ള കമ്പനിയും മാർക്കറ്റിൽ എടുക്കുന്നത് 1.5 മാസമായിട്ട് ഇറങ്ങിയ കമ്പനിക്ക് എത്രായിരം രൂപയുടെ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 12,000 മുതൽ 16,000 രൂപ വേണം. ഇവിടെ 12,000 രൂപ പോയിട്ട് 10,000 രൂപ 9,500 മുതൽ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് 8 ആയി, 300 PV ആയി, നമുക്ക് 400 രൂപക്ക് മുകളിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. അവിടെ ഫെയർ മാച്ച് ചെയ്താൽ 25:25 ചെയ്താലാണ് നമുക്ക് 430 രൂപ ലഭിക്കുന്നത്. അതുകൂടാതെ യാതൊരുവിധ ഫ്രീ പ്രൊഡക്റ്റ് അവിടെ ലഭിക്കുന്നില്ല. ഇവിടെ നമുക്ക് 750 രൂപ DP പ്രൈസ് വരുന്ന പ്രൊഡക്റ്റുകൾ, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ അതിൽ എക്സ്പയറി ഡേറ്റ് അടുത്തതാണെന്നോ ഒന്നും നോക്കാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കും ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ആദ്യത്തെ 2-ാം തീയതി 18-ാം തീയതിക്കുള്ളിൽ എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞ സംഭവങ്ങൾ മിക്ക ഇത് പറയുന്ന സ്കീമുകൾക്കൊന്നുമില്ല, എവിടെയും ലഭിക്കില്ല. അപ്പോ നമ്മൾ തിരിച്ചറിയാനുള്ള പല രീതികളുണ്ട്. ആ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ, അല്ലെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ 12,000-16,000 രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് അത് ചെറിയ എമൗണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. 25,000-നും 50,000-ത്തിനൊക്കെ ചെയ്യാം സാറേ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് 8 പോയിട്ട് നമ്മൾ പല ആൾക്കാരും 100 PVക്ക് പോലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ബിസിനസ് ആണ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ബിസിനസിന്റെ മെന്റാലിറ്റിയോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഹൈദരാബാദ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുതലും ഫാസ്റ്റ് സ്റ്റാർട്ട് 8%ലാണ് ജോയിൻ ചെയ്യുന്നത്. അത് ബിസിനസ് മെന്റാലിറ്റിയാണ്. അവിടെ 9,000-നും അല്ലെങ്കിൽ 10,000-നും ഇടയിലുള്ള പ്രൊഡക്റ്റ് അവിടെ നമുക്ക് 16,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ മാത്രമാണ് അവിടെ ജോയിനിങ് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജോയിനിങ് യാതൊരുവിധ ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് കിട്ടുന്ന വരുമാനം സെയിം മന്ത്, നമുക്ക് ഈ മാസം നമ്മൾ ഫാസ്റ്റ് സ്റ്റാർട്ട് 8 ആയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി നമുക്ക് 400 രൂപക്ക് മുകളിലുള്ള വരുമാനം കിട്ടുന്നു. 750 രൂപ, ഏകദേശം MRP 1000 രൂപക്ക് മുകളിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഇവിടെ സാധിക്കും. ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി 19-ന് നമ്മുടെ കേരള സർക്കാർ, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനം ഉണ്ടായിട്ടും ഒരു സംസ്ഥാനം പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് തൊഴിൽ നേടാനുള്ള ഏറ്റവും വലിയ അവസരം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ വലിയവർക്കും ആയിക്കഴിഞ്ഞാലും
കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് വിദേശ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ മില്യനേഴ്സിനെയും ട്രില്യനേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയാണ് ഇവിടെ ഇനി തഴച്ചു വളരുക. ഇവിടെ സ്റ്റാർട്ടിംഗ് ലെവലായിട്ടുള്ളൂ. ഇവിടെ തഴച്ചു വളരാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി. കാരണം ജനങ്ങൾ പോപ്പുലേഷന് കണക്കായിട്ടുള്ള ആളോഹരി വരുമാനം, ഓരോരാളുടെ കയ്യിലും വരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ. GDP ഇതൊക്കെ ഹൈ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ കൈകളിലുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ കൈകളിലും പൈസ ഉണ്ടോ? ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും പൈസ വേണം. നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും, ചെറിയ ചെറിയ പരിപാടികളായിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ടാവും. ചെറിയ തട്ടുകട അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ടെക്സ്റ്റൈൽസ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുരിദാറിന്റെ വിൽപ്പന അല്ലെങ്കിൽ മറ്റുള്ള ഡ്രസ്സിന്റെ വിൽപ്പന, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഒരു പരിമിതി വരെ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഓരോരാളുടെ കൈകളിലേക്കും വരുമാനം എത്തണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയാണ്. യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഏതൊരാൾക്കും നമുക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഏതൊരാളെയും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു മേഖല, ഇനി ഏറ്റവും കൂടുതൽ തഴച്ചു വളരാൻ പോകുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ നിയമസാധുത പറഞ്ഞപ്പോൾ, അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ, ഇത്രയും സ്റ്റേറ്റുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് കേരളമാണ്. കേരളത്തിൽ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കഴിഞ്ഞ ഫെബ്രുവരി 19 30,000-ൽ കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന മറ്റുള്ള സ്കീം കമ്പനികളിലുള്ള ആൾക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നമ്മുടെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനകത്ത് കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ IAS ഓഫീസർമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. ഇനിയൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞ് ഗൈഡ് ലൈൻസ് കൊടുത്ത് അത് അംഗീകരിച്ചാൽ മാത്രമാണ് ആ കമ്പനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. ഈ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാവുന്നത്, നമ്മുടെ കമ്പനിയുടെ മഹത്വം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെ തിരിച്ചറിയുക, ഇതിനെ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷുകൾ. താങ്ക് യു വിനോദ് സാർ. വളരെ നമുക്കുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസവും കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് വിനോദ് സാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം കൂടെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. വെസ്റ്റീജിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ വെസ്റ്റീജിൽ തന്നെ ഞാൻ 10-15,000 സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് വരുമാനം കിട്ടിയില്ല പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ലീഡർമാർ സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ തന്നെ ID പർച്ചേസ് ചെയ്ത് വിട്ട ആൾക്കാരുണ്ടാവും. ആരെങ്കിലും വെസ്റ്റേജിൽ നിന്ന് ഒരു സോപ്പെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപ്ലിക്കേഷനിൽ അവരെ ബോണസ് കാണിക്കും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ വെസ്റ്റേജിൽ നിങ്ങൾ സ്വന്തം ID പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ബോണസ് ഇട്ട് ഞാൻ കാണിച്ചുതരാം, ഓപ്പൺ ആക്കി തരാൻ പറഞ്ഞാൽ. പിന്നെ അല്ല, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടീമിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ചില ആൾക്കാർ ജോയിൻ ചെയ്ത് ID എടുത്ത് പോയിട്ടുണ്ടാവും, പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇവരെ മുന്നിൽ പിന്നെ എപ്പോഴെങ്കിലും വെസ്റ്റേജ് ആയിട്ട് ആരും പോകുമ്പോൾ പറയും ഞാൻ വെസ്റ്റേജിൽ ഉണ്ടായിരുന്നു എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാം. ID എടുത്ത് പോയ ആൾക്കാർ മാത്രമേ. ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ടോ? നമ്മളിതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കണം, കുറെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് സ്ഥിരമായിട്ട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ടാവും. ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടാവും, പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേജ് 21 വർഷമായിട്ടുള്ള വലിയൊരു കമ്പനിയാണ്. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതനുസരിച്ച് വളരാൻ വേണ്ടി ശ്രമിക്കുക, കൂടുതൽ മീറ്റിങ്ങുകൾ പങ്കെടുക്കുക, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, ഒരുപാട് ആൾക്കാർ സീരിയസ് ആയിട്ട് തീരുമാനമെടുത്ത് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഹൈദരാബാദിലെ ടീം ചെയ്യുന്ന പോലെ നമ്മൾക്കും 300 PV അല്ലെങ്കിൽ 500 PVയിലേക്ക് ഇതിൽ ബിസിനസ് മൈൻഡ് ഇതിൽ വന്നിരിക്കുന്ന വിശ്വാസമുള്ള ആൾക്കാർ 300 PV 500 PV ക്ലബിലുള്ള വർക്കിലേക്ക് ശ്രമിക്കണം. അതൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ നമ്മുടെ വരുമാനം ഈസിയായി വളരുന്നുണ്ടാവും. ജോയിൻ ചെയ്യുന്നവർ അത്ര പോകണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷെ നമ്മൾ ബിസിനസ് മനസ്സിലാക്കിയ വ്യക്തികൾ, ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ വ്യക്തികൾ 300 PV 500 PV ഒക്കെ ഫോക്കസ് ചെയ്യുക. പെട്ടെന്ന് വരുമാനത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. കാരണം പ്രൊഡക്റ്റിനെ കുറിച്ചും വരുമാനത്തെക്കുറിച്ചും നല്ല നോളജുള്ള ആൾക്കാർ നമ്മളെല്ലാവരും. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കണം, നന്നായിട്ട് ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിക്കുക എല്ലാവരും. നല്ലൊരു സെഷൻ വിനോദ് സാർ നമുക്ക് തന്നു. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ട എക്സ്പീരിയൻസ് ഉള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും.
നമുക്ക് ഏകദേശം 97 ആൾക്കാർ ഇന്നത്തെ സെഷനിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ നെറ്റ്വർക്ക് ഇഷ്യൂ ഔട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നാളെയും നമുക്ക് ഇതേപോലെ കുറേ ആൾക്കാരെ പുതിയ പുതിയ ആൾക്കാർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നാളെ നമുക്ക് 100 കൂടുതൽ ആൾക്കാർ പങ്കെടുപ്പിക്കണം. താങ്ക് യു വിനോദ സാർ. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ.